മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ മലയാളി വിദ്യാർത്ഥിനി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിനി അൻസിജി ആണ് മരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കോളേജിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. കോളേജ് അധികൃതരുടെയും അധ്യാപകരുടെയും മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ചന്തു എസ് നായർ ചേർന്നു. ചന്തു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ, ഈ സംഭവം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ആൻസിജി കന്യാകുമാരിയിലെ കരിങ്കൽ എന്ന സ്വകാര്യ നഴ്സിംഗ് കോളേജ്, ബെത്ലഹേം എന്നാണ് നഴ്സിംഗ് കോളേജിൻ്റെ പേര്, അവിടുത്തെ 3ാമത്തെ നിലയിൽ നിന്നും വീണ് പരിക്കേറ്റത്. പക്ഷേ ഉടനെ തന്നെ അവിടെ മാർത്താണ്ഡത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വീട്ടുകാർക്ക് വിവരങ്ങളും നൽകിയിരുന്നു. അതിനെ തുടർന്ന് വീട്ടുകാരെത്തി ഇന്നലെ സ്ഥിതി വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇന്ന് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഈ വീട്ടുകാർ പറയുന്നത്, അതായത് അതിൻ രാജാണ് കുട്ടിയുടെ, ആൻസിജിയുടെ പിതാവ്. അദ്ദേഹം പറയുന്നത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അത് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അതിൻ രാജ് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളും ഈ കുട്ടിയും തമ്മിൽ വാഗ്വാദം ഉണ്ടായിരുന്നു. അതായത് മൊബൈൽ കോളേജിൽ കൊണ്ടുവരുന്നതിന് കർശന നിയന്ത്രണങ്ങളും നിരോധനവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ബാഗൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അകത്ത് കടത്തുന്നത്. പക്ഷേ ഈ മൊബൈൽ കുട്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ഷീജി അവരെ ശകാരിക്കുകയും അതിൽ തമ്മിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ ആ കുട്ടി കരയുകയും ചെയ്തു എന്ന് സഹപാഠികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രിൻസിപ്പലുമായിട്ട് വാഗ്വാദം നടന്നതിൻ്റെ പേരിൽ കുട്ടി 3ാം നിലയിൽ നിന്ന് ചാടിയതാവാമെന്നും കരുതുന്നു. പക്ഷേ സഹപാഠികൾ പറയുന്നത് വളരെ അച്ചടക്കത്തോടെ കൂടി ഉണ്ടായിരുന്ന ആൻസിജി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതിൻ രാജ് ഇതിൻ്റെ പരാതിയെ തുടർന്ന് കരിങ്കൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്, കേസും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ ചില വിദ്യാർത്ഥികൾ അവിടെ മെസ്സിലെ ആഹാരം മോശമാണെന്നതിനെ തുടർന്ന് സമരം നടത്തിയിരുന്നു. അതിൽ ഈ 15 പേരെ പുറത്താക്കിയിരുന്നു. ആൻസിജിയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികളും അധ്യാപകരും നടന്ന ചർച്ചയെ തുടർന്ന് 50,000 രൂപ വരെ പിഴ കെട്ടിവെച്ച ശേഷമാണ് ഇവർ തിരിച്ച് കോളേജിൽ പ്രവേശിച്ചത്. അതിനുശേഷം അധ്യാപകരും അതോടൊപ്പം പ്രിൻസിപ്പളും ഇവരും തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിലല്ലായിരുന്നു എന്നുള്ള ആരോപണവും സഹപാഠികൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ശരി, മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്നും മലയാളി വിദ്യാർത്ഥിനി വീണു മരിച്ച സംഭവത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുകയാണ്. ചന്തു എസ് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്.